Good morning, dears. Today let us learn about hybridization, the concept of hybridization and some examples to illustrate a different possible hybridization. So hybridization is the phenomenon of intermixing of atomic orbitals of similar energy to get new stable hybridized orbitals of same energy and shape. So hybridization actually എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ comparable ആയിട്ടുള്ള എനർജിയും സിമട്രിയുമുള്ള സിമിലർ എനർജിയും സിമട്രിയുമുള്ള ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് ഈക്വൽ എനർജിയുള്ള സെയിം സിമട്രിയുള്ള ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. ഓക്കെ, so it is the intermixing of atomic orbitals of similar energies to get new stable hybridized orbitals of same energy and shape. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ atomic orbitals of similar energies can participate. ഓവർലാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന ആറ്റമിക് ഓർബിറ്റൽസിന്റെ എനർജി എന്ന് പറഞ്ഞാൽ സിമിലർ അല്ലെങ്കിൽ കമ്പയറബിൾ എനർജി ആയിരിക്കണം, വലിയ എനർജി ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. Then the number of atomic orbitals combining gives the same number of hybridized orbitals. നമുക്ക് എത്ര ആറ്റമിക് ഓർബിറ്റൽസ് ആണോ കമ്പൈൻ ചെയ്യുന്നത് അത്രയും തന്നെ നമ്പർ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഇനി ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ആറ്റമിക് ഓർബിറ്റൽസിൽ പെയർഡ് ഇലക്ട്രോൺസ് ആവാം, അൺപെയർഡ് ഇലക്ട്രോൺസ് ആവാം, അല്ലെങ്കിൽ വേക്കന്റ് ഓർബിറ്റൽസ് ആവാം. അപ്പോൾ ആറ്റമിക് ഓർബിറ്റൽസ് കണ്ടെയ്നിങ് പെയർഡ് ഇലക്ട്രോൺസ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഓർ വേക്കന്റ് ആറ്റമിക് ഓർബിറ്റൽസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഹൈബ്രിഡൈസേഷൻ. ഇനി ഇങ്ങനെ ഫോം ചെയ്യുന്ന ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ദേ ഫോം സ്ട്രോങ്ങർ ആൻഡ് സ്റ്റേബിൾ ബോണ്ട്സ്. ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് നമുക്കറിയാം സിഗ്മ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. സ്റ്റേബിൾ ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള സിഗ്മ ബോണ്ട്സ് ഫോം ചെയ്യാനായിട്ട് ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് നമുക്ക് യൂസ് ചെയ്യാം, കാരണം സെയിം എനർജി ഇഫക്റ്റീവ് ഓവർലാപ്പും പോസിബിൾ ആയതുകൊണ്ട്. ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ദേ റിപ്പൽ ഈച്ച് അതർ ടു ഗീവ് പ്രോപ്പർ ജോമെട്രി. ഇപ്പോൾ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൽ കെമിക്കൽ ബോണ്ട്സ് ഫോം ചെയ്യുകയാണ്, സിഗ്മ ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അത് തമ്മിൽ എന്തുണ്ട്, ബോണ്ട് പെയർ റിപ്പൽഷൻ വരാം. അതേസമയം നമ്മുടെ മോളിക്യൂളിൽ ഒരു ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ലോൺ പെയർ ആണുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ വരും. ഇനി ഒന്നിലധികം ലോൺ പെയേഴ്സ് ഉണ്ടെങ്കിൽ ലോൺ പെയർ റിപ്പൽഷൻ വരും അല്ലേ. അപ്പോൾ VCPR തിയറി വെച്ചിട്ട് നമുക്കറിയാം ഇത്തരം റിപ്പൽഷൻസ് ആണ് ആ മോളിക്യൂളിന്റെ അൾട്ടിമേറ്റ് ജോമെട്രി ഡിസൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ കമ്പയറബിൾ എനർജിയും സിമട്രിയുമുള്ള ആറ്റമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്തിട്ട് സെയിം എനർജിയും സെയിം സിമട്രി അല്ലെങ്കിൽ സെയിം ഷേപ്പുമുള്ള ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്ന ആ ഒരു ഫിനോമിനാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുക. So there are different types of hybridization. ഏതൊക്കെ ആറ്റമിക് ഓർബിറ്റിലാണ് കമ്പൈൻ ചെയ്യുക എന്നതിന്റെ ബേസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻസ് പോസിബിൾ ആണ്. sp ഹൈബ്രിഡൈസേഷൻ, sp2 ഹൈബ്രിഡൈസേഷൻ, sp3 ഹൈബ്രിഡൈസേഷൻ, sp3d ഹൈബ്രിഡൈസേഷൻ, sp3d2 ഹൈബ്രിഡൈസേഷൻ. ഇത്രയും ഹൈബ്രിഡൈസേഷൻ ആണ് നമ്മൾ എക്സാമ്പിൾസ് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. So first of all, let us see what is sp hybridization and let's also discuss about some examples. Okay, so sp hybridization la ഒരു s ഓർബിറ്റൽ, s ആറ്റമിക് ഓർബിറ്റലും ഒരു p ആറ്റമിക് ഓർബിറ്റലും കമ്പൈൻ ചെയ്തിട്ട് എത്ര ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യണം? ഒരു s ഉം ഒരു p യും കമ്പൈൻ ചെയ്യുന്നു, രണ്ട് ആറ്റമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നു. സോ രണ്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യണം അല്ലെ, സെയിം നമ്പർ. സോ 1s and 1p ഓർബിറ്റൽ കമ്പൈൻ ടുഗദർ ടു ഫോം ടു ന്യൂ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. അതിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? ഇവിടെ 50% എസും 50% പിയും ആയിരിക്കും നമ്മുടെ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിന്റെ ക്യാരക്ടർ. കാരണം ഒരു എസും ഒരു പിയും ആണ് കമ്പൈൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഹാസ് 50% എസ് ക്യാരക്ടർ ആൻഡ് 50% പി ക്യാരക്ടർ. ഓക്കെ, ഈ രണ്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും എങ്ങനെയാണ്? ദേ റിപ്പൽ ഈച്ച് അതർ അല്ലെ. അത് റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ജോമെട്രി ലീനിയർ ആയിരിക്കും. 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ ആയിരിക്കും രണ്ട് ലോബുകളും, രണ്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ലോബുകളും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ലീനിയർ ജോമെട്രിയുമായിരിക്കും അതിന് ഉണ്ടാവുക. സോ ഇതിന് മാക്സിമം എസ് ക്യാരക്ടർ 50% എസ് ക്യാരക്ടർ ഉണ്ടല്ലേ ബാക്കി ഹൈബ്രിഡൈസേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് മാക്സിമം ഇലക്ട്രോ നെഗറ്റിവിറ്റി. നമുക്ക് പിക്ടോറിയൽ ആയിട്ട് ഇങ്ങനെ നോക്കാം. ഈ എസ് ഓർബിറ്റലും ഡംബൽ ഷേപ്പിലുള്ള പി ഓർബിറ്റലും കൂടെ ഹൈബ്രിഡൈസ് ചെയ്താൽ നമുക്ക് രണ്ട് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഇത് 1 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, ദിസ് ഈസ് അനദർ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഈ രണ്ട് ഓർബിറ്റലും എവിടെയാണുള്ളത്? നമ്മുടെ സെൻട്രൽ ആയിട്ടുള്ള ആറ്റത്തിലാണുള്ളത്.
അതുകൊണ്ട് ഇത് നമ്മുടെ സെൻട്രൽ ആറ്റം ആണെന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ രണ്ടും കൂടെ എങ്ങനെയായിരിക്കും അത് ഓറിയന്റ് ചെയ്യുക? രണ്ട് നമ്മൾ ഈക്വൽ റിപ്പൾഷൻ ഉള്ളത് കൊണ്ട് ഒരു ലീനിയർ ജോമെട്രി 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ വരത്തക്ക രീതിയിൽ ലീനിയർ ജോമെട്രിയിലായിരിക്കും ഈ ലോബ്സ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ഇനി നമ്മുടെ സെൻട്രൽ ആറ്റത്തിലേക്ക് വേറൊരു ആറ്റം വന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലേ, നമ്മുടെ ഈ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിലേക്ക് ഇവിടെ ഒരു ആറ്റം വന്ന് ഓവർലാപ്പ് ചെയ്യുന്നു, അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുന്നു. അതുപോലെ ഇവിടെ വേറൊരു അറ്റോമിക് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മോളിക്യൂൾ പുതിയ ഫോം ചെയ്ത മോളിക്യൂളിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ലീനിയർ ഷേപ്പ് ആയിരിക്കും, 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ. അതാണ് sp ഹൈബ്രിഡൈസേഷന്റെ ഏറ്റവും വലിയ ഫീച്ചർ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി sp ഹൈബ്രിഡൈസേഷൻ തരുന്ന ചില മോളിക്യൂൾസ് നമുക്ക് പരിചയപ്പെടാം. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഷേപ്പ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഓഫ് BeF2 അല്ലേ. ഇവിടെ സെൻട്രൽ ആറ്റം ഏതാണ്? ബെർലിയം ആണ്. ബെർലിയത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ബെർലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 1s2 2s2 ആണല്ലേ. അതിനെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. 1s ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ, 2s ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ, പെയർഡ് ഇലക്ട്രോൺസ് ആണ് അല്ലേ. 2p ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഹൈബ്രിഡൈസേഷൻ, നമുക്ക് BeF2 എന്ന് പറയുമ്പോൾ രണ്ട് ബോണ്ട് നമുക്ക് ഫോം ചെയ്യണം അല്ലെ. രണ്ട് ഫ്ലൂറിൻ വന്ന് കമ്പൈൻ ചെയ്യാനായിട്ട് ബെർലിയത്തിൽ രണ്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, അൺപെയർഡ് ഇലക്ട്രോൺ വീതമുള്ള രണ്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ നമുക്ക് വേണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2sലുള്ള ഒരു ഇലക്ട്രോണിനെ നമുക്ക് 2pയിലോട്ട് നമുക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായി? 1s2 അവിടെ നിൽക്കട്ടെ. നമ്മുടെ വാലൻസ് ഷെല്ലിൽ ആരാണുള്ളത്? 2s1ഉം 2p1ഉം ആയിട്ട്. ഇതാണ് നമ്മുടെ ബെർലിയത്തിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബെർലിയം എന്ത് ചെയ്യും? ഇത് ഈ എസും ഈ പിയും കൂടെ ചേർന്നിട്ട് sp, ഈ 2s ഓർബിറ്റലും 2p ഓർബിറ്റലും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് സിമിലർ എനർജിയുള്ള sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. ഓക്കെ, ഇനി ഇതിലേക്ക് ആരാണ് കമ്പൈൻ ചെയ്യാൻ വരിക? ഫ്ലൂറിൻ ആണല്ലേ. ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2px2 2py2 2pz1 ആണ്. അതായത് വാലൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2s2 2p5, ടോട്ടൽ 7 ഇലക്ട്രോൺസ് വേണം. ഹാലൈഡ് ആണല്ലേ. അപ്പൊ ഈ 2pzൽ എന്താണുള്ളത്? നമ്മുടെ ഫ്ലൂറിന്റെ 2pzൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഈ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള 2pz ഓർബിറ്റല് നമ്മുടെ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള sp ഓർബിറ്റലുമായിട്ട് ഇവിടെ ഒരു ഫ്ലൂറിൻ ഓവർലാപ്പ് ചെയ്തിട്ട് എന്തോ ഒരു സിഗ്മ ബോണ്ട് അല്ലെ, ഒരു BeF സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അതേപോലെ തന്നെ ഇത് അടുത്ത ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിലേക്ക് അടുത്ത ഫ്ലൂറിന്റെ 2pz, അൺപെയർഡ് ഇലക്ട്രോണിലെ 2pz ഓവർലാപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അടുത്ത ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, സോ നമ്മുടെ BeF2ന്റെ സ്ട്രക്ചർ എങ്ങനെ വരും? സെൻട്രൽ ബെർലിയം ആറ്റത്തിന് രണ്ട് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു, ലീനിയർ ആയിട്ടുള്ള 180 ഡിഗ്രി ആംഗിളിലുള്ള. അതിലേക്ക് ഫ്ലൂറിന്റെ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള 2pz വന്ന് ഓവർലാപ്പ് ചെയ്ത് സിഗ്മ ബോണ്ട്, BeF സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അതുപോലെ തന്നെ ബെർലിയം അടുത്ത ഫ്ലൂറിന്റെ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള ഓർബിറ്റൽ 2pz ഓവർലാപ്പ് ചെയ്തിട്ട് BeF സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അങ്ങനെയാണ് നമുക്ക് BeF2 മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അതിന്റെ ജോമെട്രി എങ്ങനെയാണ്? ലീനിയർ ആണ്, 180 ഡിഗ്രി ആണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുക. സോ ഇവിടെ ആ ഓർബിറ്റൽസ് കുറച്ചുകൂടെ എനർജി വൈസ് ഓർഡറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. 2s ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമ്മുടെ ബെർലിയം സെൻട്രൽ ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരുന്നപ്പം 2s ഫിൽഡ് ആണല്ലേ. ലോവർ എനർജിയുള്ള 2s കൺട്രോൾ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുക. 2s ഫിൽഡ് ആണ്. ദെൻ 2p ഓർബിറ്റൽസ് ഉണ്ട്. അതിലെ ഒരു 2p ഓർബിറ്റലുമായിട്ട് 2s ഓവർലാപ്പ് ചെയ്ത് ഇന്റർമിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? ഒരേ എനർജിയുള്ള രണ്ട് ഹൈബ്രിഡൈസ്ഡ് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കിട്ടിയല്ലേ. ബാക്കി രണ്ട് 2p ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഹൈബ്രിഡൈസ്ഡ് ബെർലിയം ആറ്റം എന്ന് പറയുന്നത്. അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള രണ്ട് sp ഓർബിറ്റൽസ് ഫോം ചെയ്തു. സോ ഓർബിറ്റൽ വൈസ് ഇവിടെ നമുക്ക് കാണാം 2sഉം 2pയും കൂടെ ഇന്റർമിക്സ് ചെയ്തിട്ട് ഒരേ ഷേപ്പിലുള്ള sഉം pയും ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ sഉം pയും എന്താണ്? ഫ്ലൂറിനുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട BeF2 നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഓർബിറ്റൽസ് ഒരേ ജോമെട്രി ആണെന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. സ്ഫെറിക്കലായിട്ടുള്ള 2sഉം 2pxഉം കൂടെയാണ് ഓവർലാപ്പ് ചെയ്തിട്ട് ഒരേ എനർജിയും ഷേപ്പും ഉള്ള രണ്ട് ഹൈബ്രിഡൈസ്ഡ് sp ഓർബിറ്റൽസ് ഫോം ചെയ്യുക. കണ്ടോ, നമുക്കിവിടെ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് നമുക്കിവിടെ കാണാം. അവിടെ ഓരോന്നിലും അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഈ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള ഈ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫ്ലൂറിന്റെ അൺപെയർഡ് ഇലക്ട്രോണുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് ഇതുപോലെയുള്ള സിഗ്മ ബോണ്ട് അല്ലെ BeF സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു.
BeF2ന്റെ കേസ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ sp ഹൈബ്രിഡൈസേഷൻ തരുന്ന മറ്റൊരു മോളിക്യൂളാണ് ബെറിലിയം ക്ലോറൈഡ് BeCl2. ബെറിലിയം നമുക്കറിയാം 1s2 2s2 ആയിരുന്നു. മുമ്പത്തെ പോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 1s2 2s2 എക്സൈറ്റഡ് സ്റ്റേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ക്ലോറിനെ കമ്പൈൻ ചെയ്യാനായിട്ട് രണ്ട് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ വേണം. അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ വേണം. അതിനുവേണ്ടി ഈ 2sലെ ഒരു ഇലക്ട്രോൺ നമ്മൾ 2pxലേക്ക് നമ്മൾ എക്സൈറ്റ് 2pയിലേക്ക് എക്സൈറ്റ് ചെയ്യിക്കുന്നു. സോ രണ്ട് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ അല്ലേ, ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കിട്ടുന്നു. ഇനി ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ വാലൻസ് ഷെല്ലിൽ 3s2 3px2 3py2 3pz2 അവിടെയും നമുക്ക് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള 3pz1 ഉണ്ടല്ലേ. അപ്പം ഈ ഇലക്ട്രോൺ വന്നിട്ട് ഈ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുമായിട്ട് ഒരെണ്ണമായിട്ട് ഓവർലാപ്പ് ചെയ്ത് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അടുത്ത ക്ലോറിന്റെ 3pz1 വന്നിട്ട് ഇവിടെ ഓവർലാപ്പ് ചെയ്ത് അടുത്ത സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. സോ നമുക്കിവിടെ spp അല്ലെ സിഗ്മ ബോണ്ടുകൾ spp സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്യുന്നു. എഗെയിൻ നമ്മുടെ മോളിക്യൂൾ ലീനിയർ ആണ്, 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ. കാരണം എന്താ, ഹൈബ്രിഡൈസേഷൻ sp ആണ്, വേറെ ലോൺ പെയർ ഒന്നും അവിടെ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് sp2 ഹൈബ്രിഡൈസേഷൻ നോക്കാം. sp2 ഹൈബ്രിഡൈസേഷനിൽ ആറ്റമിക് ഓർബിറ്റൽസ് ഏതൊക്കെയാണ് കമ്പൈൻ ചെയ്യുന്നത്? ഒരു s ഓർബിറ്റൽ ഉണ്ടാവും, രണ്ട് p ഓർബിറ്റലും ഉണ്ടാവും അല്ലേ. സോ 1 s ഓർബിറ്റൽ ആൻഡ് 2 p orbitals combine together, intermix together to give 3 new sp2 hybridized orbitals. അപ്പോൾ sp2 hybridization ഉള്ള 3 hybridized ഓർബിറ്റൽ അവിടെ ഫോം ചെയ്യും. കാരണം 3 ആറ്റമിക് ഓർബിറ്റലാണ് കമ്പൈൻ ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ ഒരു എസും രണ്ട് പിയും കമ്പൈൻ ചെയ്തുകൊണ്ട് ഈ sp2 ഓർബിറ്റലിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? ഓരോ sp2 ഓർബിറ്റലിനും 33% s ക്യാരക്ടറും ബാക്കി 67% p ക്യാരക്ടർ ആയിരിക്കും. കാരണം രണ്ട് p ഉണ്ട് അല്ലേ. അപ്പോൾ ദേ റിപ്പൽ ഈച്ച് അതർ. ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ റിപ്പൽ ചെയ്യും. എന്നിട്ട് ഒരു ന്യൂട്രൽ ജോമെട്രിയിലേക്ക് അത് എത്തിച്ചേരും. ആ ജോമെട്രി ഏതാണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ട്രയഗണൽ പ്ലാനർ ജോമെട്രി ആയിരിക്കും അല്ലേ. അതിന്റെ ബോണ്ട് ആംഗിൾ ഓരോ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആയിരിക്കും. എക്സാമ്പിൾസ് ആൽക്കീൻസ് അല്ലെ, C2H4, അതുപോലെ BH3 BF3, ഇതെല്ലാം sp2 ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്ന മോളിക്യൂൾസ് ആണ്. നമുക്ക് ഈ സ്കീം ഒന്ന് നോക്കാം. ഇവിടെ നമ്മുടെ സ്ഫെറിക്കൽ ആയിട്ടുള്ള s ഓർബിറ്റൽ ഡബിൾ ഷേപ്പിലുള്ള p xും p yയും ആയിട്ടാണ് ഇവിടെ കമ്പൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 3 ആറ്റമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ കിട്ടണം. ഒരേ സിമെട്രിയിലുള്ളത് അല്ലേ. നോക്കിക്കേ, 3 ഹൈബ്രിഡൈസ്ഡ് sp2 ഓർബിറ്റൽസ് കിട്ടി. അപ്പം ഇത് നമ്മൾ ഡിഫറെന്റ് വേറെ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇത് 3 നമ്മുടെ സെൻട്രൽ മെട്രൈനിലാണുള്ളത് അല്ലേ, സെൻട്രൽ ആറ്റത്തിലാണുള്ളത്. സെൻട്രൽ ആറ്റത്തിൽ ഒരുമിച്ച് നമ്മൾ കാണിക്കുമ്പോൾ ലോബ്സ് എങ്ങനെയാന്ന് നോക്കിയ ഈ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ അല്ലേ, അത് ട്രയഗണൽ പ്ലാനാർ ജോമെട്രിയിലാണ് നിൽക്കുക. ഓരോന്നും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി. ഇത് രണ്ടും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി. ഇത് രണ്ടും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി. sp2 ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്ന മോളിക്യൂളിന് എക്സാമ്പിൾ ആണ് BF3. ഇവിടെ ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1 ആണ് അല്ലേ. ബോറോണില് വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളത്? 3 ഇലക്ട്രോൺ ഉണ്ടല്ലേ. അപ്പോൾ ഇതിന് 3 ഫ്ലൂറിനുമായിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വേണം? 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ വേണം അല്ലെ. അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള 3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ വേണം. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1 ആണ്. അപ്പം ഒരു അൺപെയർഡ് ഇലക്ട്രോണും കൂടി ഇവിടെ ഉണ്ടെങ്കിലാണ് 3 ഫ്ലൂറിനെ ഓവർലാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി 2sന്റെ ഒരു ഇലക്ട്രോണിനെ നമ്മൾ 2pയിലേക്ക് എക്സൈറ്റ് ചെയ്യിച്ചിട്ട് 1s2 2s1 2p2 എന്ന ഫോമിലേക്ക് എത്തും. ഈ 2sഉം ഈ അൺപെയർഡ് ഇലക്ട്രോണിലുള്ള രണ്ട് 2pയും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. അപ്പം ഈ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിലേക്ക് ആര് വന്ന് ഓവർലാപ്പ് ചെയ്യും? ഫ്ലൂറിന്റെ 2pz1 അല്ലെ. അൺപെയർഡ് ഇലക്ട്രോണുള്ള ആദ്യത്തെ ഫ്ലൂറിന് ഇവിടെ, രണ്ടാമത്തെ ഫ്ലൂറിന് ഇവിടെ, മൂന്നാമത്തെ ഫ്ലൂറിന് ഇവിടെ ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് BF3 മോളിക്യൂൾ ഫോം ചെയ്യാൻ പറ്റും. ജോമെട്രി നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ട്രയഗണൽ പ്ലാനർ ജോമെട്രിയാണ്, 120 ബോണ്ട് ആംഗിൾ ആണ്. ഈ ഒരു പിക്ചറിൽ നമുക്ക് 2s2ഉം 2p 2pകളും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ട് 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നതും അതിന്റെ ഓറിയന്റേഷനും അത് 3 ഫ്ലൂറൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതിന്റെ ഒരു ഓർബിറ്റൽ ഓവർലാപ്പ് പിക്ചർ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം. ഓക്കെ.